ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് 2 ആഴ്ച അവധിയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. ജോലിയൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷേ എന്താ പറയുന്നത്, ഡ്യൂട്ടിക്ക് പോകണ്ടല്ലോ നോക്കുമ്പോഴേക്കും ഭയങ്കര എന്തൊരു സന്തോഷമാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പഴയ നമ്മുടെ കലാപരിപാടികളും നമ്മുടെ കഴിവുകളും ഒക്കെ പൊടി തട്ടിയെടുക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് കുപ്പികൾ കിട്ടി. അപ്പോൾ കുറച്ച് ബോട്ടിലായിട്ടൊക്കെ ചെയ്തു. അറിയാമായിട്ട് ചെയ്തതല്ല, ഒരു ശ്രമം. അപ്പോൾ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തു. പിന്നെ കുറച്ച് തയ്യലും അങ്ങനെ തരികിട പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ 2 ആഴ്ച ഇങ്ങനെ പോയി കളഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്ത വർക്ക് ചെറുതൊന്ന് 2-3 ഉള്ളൂ. അപ്പം നമുക്കതൊന്ന് കാണാവേ. അപ്പം ഇത് കണ്ടോ, ഇത് ഒരു ചുമ്മാ വെറുതെ ഒരു ഗ്ലാസ് ബോട്ടിലായിരുന്നു ഇത്. അപ്പോൾ അതിങ്ങനെ വെറുതെ ഒരു കബേർഡിൽ വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു, ഒരു യൂസും ഇല്ലാണ്ട്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ ചാക്കുനൂലല്ല, ഇത് ചാക്കുനൂല് പോലത്തെ തന്നെ കോട്ടൺ ആയിട്ടുള്ള ത്രെഡാണ്. അത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ആദ്യം ഇവിടെ ഒന്ന് ഗ്ലൂ തേച്ച് വെച്ചു. പിന്നെ ഇടയ്ക്ക് 2-3 സ്ഥലത്തോട് ഗ്ലൂ കൊടുത്തുള്ളൂ. പിന്നെ എന്നിട്ട് അത് മുഴുവൻ ചുറ്റിയെടുത്തിട്ട് പിന്നെ ഒരു എന്താ പറയുന്നത് ഒരു ബേസ് കൊടുത്തു. ആ ബേസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടി കുടമൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തു. മേളിലും കുറച്ചിങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ അതങ്ങനെ ഭംഗിയൊക്കെ എടുത്തു. പിന്നെ ഇത് ഈ ബോട്ടിൽ തന്നെ ബ്ലൂ ആണ്. അപ്പം നമുക്കധികം അതിനകത്ത് നമുക്ക് കളറൊന്നും ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഈ വായൊക്കെ ഇങ്ങനെ ലേസ് വെച്ച് ഒട്ടിച്ചു, ബീഡ്സ് ഒക്കെ വെച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ സീക്വൻസ് ഒക്കെ കൊടുത്തു, ഭംഗിയാക്കി. കുറച്ച് പെയിൻ്റൊക്കെ ചെയ്തു. സൈഡിൽ ഹാർട്ട്സ് ഒക്കെ ചെയ്തു. പിന്നെ പുറകിലും ഉണ്ടല്ലേ ഇത് അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ലേസ് ഒക്കെ കൊടുത്തിട്ട് താഴെ ഹാർട്ട്സ് കൊടുത്തു. ഇവിടെ ഹാർട്ട്സ് ഹിമ ചെയ്തതാണ്, എൻ്റെ മോള് ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനെ അവൾ സെലോ ടേപ്പ് ഒക്കെ വെച്ചിട്ട് എന്നെ ഒട്ടിച്ചിട്ട് സ്പേസ് ഒക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ലേസ് ഒക്കെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇച്ചിരി ഭംഗിയാക്കി. ഇതിനകത്ത് കുറച്ച് പേബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവളുടെ വർക്കാണ്. പിന്നെ ഇത് ഒരു മരമാണ് ചെയ്തത്. മരമാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പം മരമാണ് ഉദ്ദേശിച്ചത്. ഒരു മരവും പിന്നെ കുഞ്ഞുകുട്ടി ചെടികൾ ചുറ്റിനും, പിന്നെ അതിൻ്റെ അടിയിൽ വെള്ളം പോലെ കാണാനായിട്ട് ചെയ്തതാണ്. പിന്നെ മേളിൽ ആകാശം. പിന്നെ ഇത് ഞാൻ ഒരു ഗ്ലാസ്, ശരിക്കും ഇത് പൊട്ടിയ ഗ്ലാസ് ആയിരുന്നു. ഇത് കളയാനായിട്ട് വെച്ചിരുന്നപ്പോഴാണ് തോന്നിയത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു കുട്ടി വീട് ഉണ്ടാക്കി, ഗേറ്റൊക്കെ വെച്ചിട്ട് സൈഡിൽ 2 മരങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഞാൻ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും ഭംഗിയൊന്നുമില്ല, പക്ഷേ കൊള്ളിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഇവിടുത്തെ പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അതൊക്കെ റെഡി ആവണം, മെൻ്റലി പ്രിപ്പയർഡ് ആവണം. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കാരണം നാട്ടിലെല്ലാവരും എന്താ പറയുക, മഴയുടെയും കോവിഡിൻ്റെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ദുരിതങ്ങളിലാണെന്ന് എല്ലാ ന്യൂസിലെല്ലാം കാണാറുണ്ട്. ഒത്തിരി സങ്കടമുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യത്തിനൊക്കെ പുറത്തിറങ്ങിയ വീട്ടിൽ എല്ലാം എന്താ സേഫായിട്ടിരിക്കുക. മഴയൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ. വെള്ളപ്പൊക്കമൊന്നും കഴിഞ്ഞ വർഷത്തെ പോലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ചൂടിൻ്റെ സമയമാണ്. നല്ല സമ്മർ ഹോളിഡേയ്സ് ആണ്. ജൂലൈ ഓഗസ്റ്റ് ആണ് ഇവിടുത്തെ സമ്മർ ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. സ്കൂളിന് അവധിയുള്ള സമയം ജൂലൈ ഓഗസ്റ്റ് ആണ്. സെപ്റ്റംബറിലാണ് ഇവിടെ സ്കൂൾ തുറക്കുന്നത്. അപ്പം സ്കൂള് എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ, കുറേ മാസങ്ങളായല്ലോ. അപ്പം സെപ്റ്റംബറിൽ തുടങ്ങുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അറിയില്ല, തുടങ്ങണമെന്നും തുടങ്ങണ്ടെന്നും ഒക്കെ പല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്, നമുക്കറിയില്ല. എന്തായാലും കോവിഡ് ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട് ദൈവാനുഗ്രഹത്താൽ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും സ്കൂളൊക്കെ ഓപ്പൺ ആവുമെന്ന് വിശ്വസിക്കുന്നു. പിള്ളേരൊക്കെ ഇരുന്ന് ബോറടിച്ച് ആകെപ്പാടെ വല്ലാണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറന്ന് എല്ലാവരും ബാക്ക് ടു നോർമൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നാട്ടിലുള്ളവർ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് പറയേണ്ട വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്ന് പറയുന്നത് ഡിപ്പെൻഡൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഫാമിലിയെ കൊണ്ടുവരുമ്പം വൈഫിനെ ആവട്ടെ ഹസ്ബൻഡിനെ ആവട്ടെ നമുക്ക് കിട്ടാൻ എളുപ്പമുള്ള ജോലികൾ എന്തൊക്കെയാണ്? അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും വരുന്നവരൊക്കെ സാധാരണയായിട്ട് ചൂസ് ചെയ്യുന്ന ജോലി എന്തൊക്കെയാണ്? അപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങളൊക്കെ വന്നപ്പോൾ ഫാമിലി കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡ്സിന് അല്ലെങ്കിൽ വൈഫ്സിന് അവർക്ക് കിട്ടിയ ജോലി എന്താണ്, അങ്ങനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാമെന്ന് വെച്ചു. അപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചു. ഓക്കെ, സാധാരണയായിട്ട് വരുന്നവർ എനിക്ക് തോന്നുന്നു ഏറ്റവും
കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നതും ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കെയറിങ് ജോബാണെന്ന് തോന്നുന്നു, കെയറായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മുടെ നഴ്സിംഗിൻ്റെ അങ്ങനത്തെ യാതൊരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, നമുക്കൊരു കെയറിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ജോബാണെന്ന് എനിക്ക് തോന്നുന്നു കെയറിങ് ജോബ്. അത് നഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കാറില്ല. വരുന്നവർക്ക് അവരുടെ ഇൻ്റർവ്യൂ ഉണ്ടാവും, ആപ്ലിക്കേഷൻ വയ്ക്കണം. അതിൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അത്യാവശ്യം ലാംഗ്വേജൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഏറ്റവും പറ്റിയ ജോബാണ് കെയറിങ്ങിൻ്റെ ജോബ്. ഇപ്പോൾ അത് ഹോസ്പിറ്റലിൽ കയറിയാൽ അത്ര നല്ലത്. NHSൻ്റെ സ്റ്റാഫ് ആവാം. പിന്നെ ഹോസ്പിറ്റലിൽ കയറിയാൽ നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷമൊക്കെ ഹോസ്പിറ്റലിൽ കെയറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് നമ്മളെ ട്രെയിനി നഴ്സിംഗ് അസോസിയേറ്റ് ആയിട്ട് ഇവിടെ കോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നല്ല ഗുണമുണ്ട്. വരുന്നവരോടൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യും, അങ്ങനെ കെയറിങ് ജോബ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ 1 year അവിടെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് നഴ്സിംഗ് അസോസിയേറ്റ് ആയിട്ട് ട്രെയിനിങ് യൂണിവേഴ്സിറ്റി ചെയ്യാം. ഫ്രീ ആണ്, ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് ആണ്. അത് കഴിയുമ്പോഴേക്കും 2 year കോഴ്സാണ്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് നഴ്സിംഗ് അസോസിയേറ്റ് എന്ന പേരിൽ ഒരു നഴ്സിൻ്റെ തൊട്ട് താഴെയുള്ള ബാൻഡ് 4. ഓക്കെ, അതിന് യാതൊരു പഞ്ഞവുമില്ല, ഇഷ്ടംപോലെ ജോബുണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർ വരുമ്പോഴേ NHSൽ കെയറായിട്ട് കയറാൻ പറ്റുമെങ്കിൽ കയറുക. ഓക്കെ, അപ്പം നഴ്സിംഗ് അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോ ട്രസ്റ്റിനും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഓരോ ട്രസ്റ്റിലും അവരുടെ ജോബ് റോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ ട്രസ്റ്റിൽ അവർക്ക് നമ്മളെപ്പോലെ തന്നെ ഒരു ബേ എടുക്കാം. 8 പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് 8 പേഷ്യൻസ് ഉണ്ടാവും. പക്ഷേ കൺട്രോൾ ഡ്രഗ്സും IV ആൻറ്റിബയോട്ടിക്സും അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ഇതുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അഡ്മിഷൻ, ഡിസ്ചാർജ്, ഹാൻഡ് ഓവർ, ഡോക്യുമെൻറ്റേഷൻ, പേഷ്യൻ്റ് മാനേജ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും അവർക്ക് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പക്ഷേ ഇവർക്ക് ഇത് കഴിയുമ്പോഴേക്കും ഞാൻ കേട്ടിരിക്കുന്നത് 1 വർഷം കൂടെ ഇവർക്ക് സ്റ്റഡി ടോപ്പപ്പ് പോലെ എന്തെങ്കിലും ചെയ്താൽ ജനറൽ രജിസ്റ്റേർഡ് നഴ്സ് ആകാം എന്നാണ് കേട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇതുവരെയും ആരും ചെയ്ത് കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ അവർക്ക് ചെയ്യാമെന്നാണ് എൻ്റെ പറഞ്ഞറിവ്. ഒക്കെ അതിനെക്കുറിച്ച് അവർ തീരുമാനിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നഴ്സിങ്ങിന് ഇഷ്ടമുള്ളവർക്ക്, ഫ്യൂച്ചറിൽ ഒരു നഴ്സാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കയറാൻ പറ്റിയ ഒരു വഴിയാണത്. പിന്നെ നഴ്സിംഗ് ഹോമുകളിൽ, കെയർ ഹോമുകളിൽ, റെസിഡൻഷ്യൽ ഹോമുകളിൽ അവിടെയൊക്കെ കെയർ അസിസ്റ്റൻ്റായിട്ട്, ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടും കെയറിങ് ഇഷ്ടമുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പണി എന്താണെന്ന് നമുക്കറിയാലോ. പേഷ്യൻ്റ് കെയറാണ് മെയിൻലി. വാഷ് ചെയ്യുക, കുളിപ്പിക്കുക, ബാത്ത് ചെയ്യിപ്പിക്കുക, അവരുടെ ടോയ്ലറ്റ് ചെയ്യിപ്പിക്കുക, പാഡൊക്കെ മാറ്റുക, ഫീഡ് ചെയ്യുക, പിന്നെ അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കെയറിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ജോലി കിട്ടാനായിട്ട് ഒത്തിരി എളുപ്പമാണ്. അപ്പം അങ്ങനെ ആ ആറ്റിറ്റ്യൂഡുള്ളവർക്ക്, കെയറിങ്ങിനോട് കുറച്ച് താല്പര്യമുള്ളവർക്ക് അങ്ങനത്തെ ജോലി കിട്ടും. പിന്നെ ഉള്ളത് കമ്പനികളാണ്. കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറികളിൽ, അതായത് ഇവിടുത്തെ ഞങ്ങളുടെ മിക്കവരുടെയും തന്നെ ഹസ്ബൻഡ്സൊക്കെ വന്നപ്പം ആദ്യമായിട്ട് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രീതിയിൽ എല്ലാവരും കയറിയ ഒരു കമ്പനിയാണ്. ഇവിടെ മിനിസ്റ്ററിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് ഒരു കമ്പനി. ഇത് എന്താ പറയുക, അന്ന് വേറൊരു മാനേജ്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ അതിന് വേറെ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ക്രീമറി ഫാക്ടറിയാണ്. അതായത് പുഡിങ്ങുകൾ, യോഗർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ മെഷീനാണ്. അപ്പോൾ മെഷീൻ്റെ ഒപ്പം അതേ സ്പീഡിൽ നമ്മൾ നിൽക്കണം. ഒത്തിരി പേര് ഇവിടെ ഡിപ്പെൻഡൻസ് വന്നവർ, ഒത്തിരി പേര് ആ ഫാക്ടറി ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പെർമനൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യുക, അതായത് ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിടത്ത് അവർക്ക് ആവശ്യമുള്ളപ്പം ജോലിക്കാരെ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ രജിസ്റ്റർ ചെയ്തിടുക, നമുക്ക് അവൈലബിലിറ്റി കൊടുക്കുക. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് എവിടെയാണ് ജോബ് അവൈലബിൾ എന്നുള്ളതനുസരിച്ച് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ പോയി ജോലി ചെയ്യാം. അപ്പോൾ ഈ ക്രീമറി ഫാക്ടറിയിലൊക്കെ അങ്ങനെ ഏജൻസി വഴി ജോലി ചെയ്യുന്നവരുണ്ട്, പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടിയവരുണ്ട്. അങ്ങനെ നമ്മുടെ ചോയ്സ് അനുസരിച്ചൊക്കെ, നമ്മുടെ ആവശ്യം അനുസരിച്ച് അങ്ങനെ പോകാം. ഇവിടെ ടെൽഫോർഡിലൊക്കെ കുറേ ഫാക്ടറീസ് ഉണ്ട്. ഇതുപോലെ തന്നെ സോസേജ് ഫാക്ടറീസ്, പിന്നെ മെഷീനറീസിൻ്റെ ഫാക്ടറീസ്, പിന്നെ ടൂൾസിൻ്റെ അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അപ്പം എല്ലായിടത്തും സമയം വ്യത്യാസമായിരിക്കും, ഷിഫ്റ്റിൻ്റെ പാറ്റേൺ വ്യത്യാസമായിരിക്കും, പക്ഷേ ജോലി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്.
പിന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മോർസൺസ്, ടെസ്കോ, അസ്ഡ അങ്ങനെയുള്ള സെയിൻസ്ബറീസ്, ഞാൻ കടകളെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതായത് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പം ഷൂസ്ബറിയിൽ ഒരു ലോക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ചെറിയ ചെറിയ കോഴ്സുകൾ ഉണ്ടാവും. നമ്മൾ കുറച്ച് ഫീസ് കാണും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫൈനാൻഷ്യലി ഓക്കെ ആയവർക്ക് ചെറിയ ചെറിയ കോഴ്സുകൾ 1 ഇയർ കോഴ്സ് ആയിരിക്കും, പാർട്ട് ടൈം ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ യൂണിവേഴ്സിറ്റി അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ഒരു കോഴ്സ് നമ്മളിവിടെ ടോപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഇതുപോലെ ഏജൻസികളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാലും നമുക്ക് അതിനനുസരിച്ചുള്ള ജോലി വരുമ്പോഴേക്കും അവർ വിളിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ജോബ് സെന്റർ പ്ലസ് ജോബ് സെന്റേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തിടാം. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ടാക്സി ഡ്രൈവിങ്. അപ്പോൾ ടാക്സി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് 1 ഇയറിനേക്ക് നമുക്ക് നമ്മുടെ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. വരുന്നവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ലൈസൻസ് എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഇവിടുത്തെ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എത്ര നാൾ കഴിഞ്ഞ് 1 വർഷമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കഴിയുമ്പോഴേക്കും നമുക്ക് ടാക്സിക്കുള്ള ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ടാക്സി ലൈസൻസ് വേറെ എടുക്കണം. ടാക്സി ലൈസൻസിന് വേണ്ടിയിട്ട് വേറെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ കോൺഫിഡൻ്റ് ആയി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ ഓക്കെയാണ്, കോൺഫിഡൻ്റ് ആയെന്നുണ്ടെങ്കിൽ ടാക്സി ഡ്രൈവിങ്ങിലേക്ക് കടക്കാം. പിന്നെ ഈ ഡെലിവറി ബോയ്സ് ഒക്കെ ഉണ്ട്, അതായത് പിസ്സ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡെലിവറി ചെയ്യാനായിട്ട്. ഇപ്പം ഒരു പിസ്സ ഹട്ടിൽ നമ്മൾ ജോലി ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് ഇന്ന സ്ഥലത്ത് പിസ്സ വേണമെന്ന് ആളുകൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അവിടെ ഡെലിവറി ചെയ്യാനായിട്ട് ചെറിയൊരു മോട്ടോർ ബൈക്കിലാണെന്ന് തോന്നുന്നു ഇവിടെ പിസ്സ ഡെലിവറി ചെയ്യുന്നത്. പിന്നെ മക്ഡൊണാൾഡ്സ്, KFC അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പമാണ് അവിടെ. പക്ഷെ ഹാർഡ് വർക്കാണെന്ന് കേട്ടിരിക്കുന്നത്. മക്ഡൊണാൾഡ്സിൽ പോയവരൊക്കെ ഒത്തിരി മടുത്ത അനുഭവങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. നന്നായിട്ട് ഹാർഡ് വർക്കാണ് അവിടെ. എന്ന് വെച്ചാൽ കുട്ടി പിള്ളേരൊക്കെ ഇല്ല, അതായത് പിന്നെ ടീനേജേഴ്സ് 15 വയസ്സ് 16 വയസ്സ് 15 വയസ്സൊക്കെ തൊട്ടോട് ജോലി ചെയ്യാമെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ചെറിയ അവേഴ്സ് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പിള്ളേരൊക്കെ പോകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പിള്ളേരും സ്കൂളിൽ അതായത് കോളേജിലേക്ക് പോകുന്നവരും അങ്ങനെയുള്ളവരൊക്കെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറുന്ന സ്ഥലമാണ്. അവർ നല്ല യങ് എനർജറ്റിക് ആയതുകൊണ്ട് അവർക്കത് കുഴപ്പമില്ല. പക്ഷേ ഇച്ചിരി ഇത് പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴേക്കും മടുക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വെയിറ്ററായിട്ടോ വെയിട്രസ് ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള ജോലികൾ കിട്ടാൻ എളുപ്പമാണ്, അതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ സപ്പോർട്ട് വർക്കറായിട്ട്, അതായത് ഹോമുകളിൽ, നഴ്സിംഗ് ഹോമുകൾ, കെയർ ഹോമുകൾ അങ്ങനെയുള്ള പോലത്തെ ഇങ്ങനെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ളവരെയും അങ്ങനെയുള്ളവരെയൊക്കെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ, അവർ വെളിയിൽ കൊണ്ടുപോകാൻ, അവർക്ക് ഔട്ടിങ്, ഇവിടെ ഉള്ളവർക്ക് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഔട്ടിങ് ഇല്ലാതെയും വെളിപ്പോക്കിലില്ലാതെ ഷോപ്പിംഗ് ഇല്ലാതെ ഒന്നും അവർക്ക് ജീവിക്കാനേ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ വെളിയിൽ കൊണ്ടുപോകാനായിട്ട്, അവരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനായിട്ട്, അവരെ സ്വിമ്മിങ്ങിന് കൊണ്ടുപോകാനായിട്ട്, അവരെ ഔട്ടിങ്ങിന്, പിക്നിക്കിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് വർക്കർ എന്നും പറഞ്ഞിട്ടൊരു ജോബ് റോളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എനിക്കൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, നമ്മൾ ഡ്രൈവ് ചെയ്ത് അവരെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് അങ്ങനത്തെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്സ് ഒക്കെ ഉണ്ട്, അതായത് ഇന്ത്യൻസ് നടത്തുന്നതൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടുത്തുകാർ തന്നെ നടത്തുന്നുണ്ടാവും. അങ്ങനെയുള്ള കടകളിലൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇല്ലേ, ടേക്ക് അവേസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ജോലി കിട്ടും. അതിനൊക്കെ പെർ അവർ മിനിമം വേജ് ആണ് അതിൻ്റെ ഒക്കെ പേയ്മെൻറ്റ്. ചിലതിനൊക്കെ കൂടിയും കുറഞ്ഞിരിക്കും, എനിക്കറിയില്ല. പക്ഷെ മിനിമം വേജ് എന്തായാലും കിട്ടിയിരിക്കും. അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ച്, അതായത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കായിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ജോലി സ്ഥാപനത്തിൽ നമ്മളെ എടുത്തു, പക്ഷെ നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. ഓക്കെ. അപ്പോൾ അവർക്ക് ജോലി ഉള്ളപ്പം നമ്മളെ അറിയിക്കുമ്പോൾ നമ്മൾ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പോയി ചെയ്യുക. അതാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിപ്പെൻഡൻസിന് ജോലി ചെയ്യാനായിട്ട് ഇത്ര അവേഴ്സ് ചെയ്യാവുന്നില്ല. അപ്പം നമ്മളെ ആരുടെ ഡിപ്പെൻഡൻ്റ് ആണോ അവരുടെ വിസ കാലാവധി തീരുന്നിടം വരെ നമുക്ക് ജോലി ചെയ്യാം. ഓക്കെ. അതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ വേജ് എന്ന് പറഞ്ഞാൽ മിനിമം വേജ്. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ബിൽഡേഴ്സിൻ്റെ ഒക്കെ കൂടുതലൊക്കെ ജോലിയുണ്ട്, പക്ഷെ അതൊന്നും ആരും അങ്ങനെ പോയി കണ്ടിട്ടില്ല.
പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ജോലിക്ക് ഒത്തിരി വേക്കൻസി വരാറുണ്ട്. അതായത് അവിടെ തന്നെ കിച്ചണിൽ കാറ്ററിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ നമുക്ക് കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലിക്ക് കയറാം. അപ്പോൾ NHS തന്നെ വേറെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ പോർട്ടേഴ്സായിട്ട്. പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ജോലികൾ, പിന്നെ തിങ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതായത് ഈ വലിയ ബിൻസൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, ലിനൻ ട്രോളീസൊക്കെ കൊണ്ടുതരിക വാർഡിൽ. പിന്നെ വാർഡിൽ നിന്നുള്ള ബെഡൊക്കെ എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത ബെഡൊക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യുക. അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൻലി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോർട്ടേഴ്സിൻ്റെ ജോബ്. പിന്നെ എമർജൻസി എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും, എമർജൻസി കോളൊക്കെ വരുമ്പോഴേക്കും ഒരു പോർട്ടർ എന്തായാലും ആ സൈറ്റിലുണ്ടാവണമെന്നാണ്, സീനിലുണ്ടാവണമെന്നാണ്. പേഷ്യൻസൊക്കെ മരിക്കുമ്പോഴേക്കും അങ്ങനെ ബോഡി നമ്മൾ കൊണ്ട് മോർച്ചറി വയ്ക്കാനായിട്ട് അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് പോർട്ടേഴ്സിന്. അപ്പം അത് കിട്ടാനായിട്ട് നല്ല എളുപ്പമുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ഹൗസ് കീപ്പറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു വാർഡിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക, സ്റ്റോക്ക് നോക്കുക, അടുത്ത് സ്റ്റോക്ക് തീരാറാകുമ്പോഴേക്കും ഓർഡർ ചെയ്യുക, അതെല്ലാം അടുക്കി വയ്ക്കുക. കിച്ചണിൽ നിന്ന് ഫുഡ് വരുമ്പോഴേക്കും അത് സെർവ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഡ്രിങ്ക്സ് റൗണ്ടുകളുണ്ട്, അതെല്ലാം കൊടുക്കുക. നാളത്തേക്കുള്ള മെനു ഒക്കെ ചോദിച്ചിട്ട് അത് ചെയ്യുക. അതൊക്കെയാണ് ഹൗസ് കീപ്പറിന്റെ ജോലി. അത് കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ വാർഡിൽ ക്ലീനറായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവാം, പക്ഷേ ഗവൺമെന്റ് ജോലിയാണ്. അതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ വരുന്നവർ സാധാരണയായിട്ട് ചെയ്ത് കണ്ടിട്ടുള്ള ജോലികൾ ഇതൊക്കെയാണ്. ഇനിയും ഉണ്ടാവും. നമ്മുടെ സെർച്ച് അനുസരിച്ചിരിക്കും, നമ്മളുടെ വില്ലിങ്നെസ് അനുസരിച്ചിരിക്കും, നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഇപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഒരാൾ ഫ്ലെക്സിബിൾ ആയേ പറ്റൂ. അപ്പം മെയിൻ ആയിട്ടുള്ള ആളുടെ ജോലി കീപ്പ് ചെയ്തുകൊണ്ട് മറ്റേ ആൾ അതിൻ്റെ അറൗണ്ട് ജോലി ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ, പിള്ളേരുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ചൈൽഡ് കെയറിന് പേ ചെയ്തിട്ട് നമ്മൾ അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. അതിലും ഭേദം നമ്മൾ ഒരാൾ ജോലി ചെയ്യാതിരിക്കുന്നത്. രണ്ടുപേരും ജോലി ചെയ്തിട്ട് ചൈൽഡ് കെയർ, അതായത് നഴ്സറിയിലൊക്കെ നമ്മൾ പിള്ളേരെ കൊണ്ടുവിടണമെങ്കിൽ, നമ്മുടെ സ്കൂളിൻ്റെ നഴ്സറി അല്ല ഉദ്ദേശിച്ചത്, ചൈൽഡ് കെയറിന് വേണ്ടിയിട്ടുള്ള നഴ്സറീസ് ഉണ്ട്. അവിടെ നമ്മളൊരു പെർ അവറിന് ഒരു 15 പൗണ്ട് 10 പൗണ്ട് 18 അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിനനുസരിച്ച് അത് കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ അതിലും ഭേദം ഒരാൾ ജോലി ചെയ്തിട്ട് ഒരാൾ വീട്ടിലിരുന്നിട്ട് പിള്ളേരെ നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള ജോലികളെല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഹെൽപ്പായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും ഉണ്ടാകും കേട്ടോ. ഞാൻ എല്ലാം പറഞ്ഞൊന്നും വരില്ല, കാരണം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് സിറ്റീസിലൊക്കെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ടാവാം. സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇനിയും ഒരുപാട് ജോലികൾ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവാം. അപ്പോൾ ഇതാണ്, ഡിപ്പെൻഡൻസിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. എത്ര അവേഴ്സുകളിലും ജോലി ചെയ്യാം. പിന്നെ മിനിമം വേജാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസപ്പ് തരണം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. കീപ്പ് ഓൺ വാച്ചിങ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരെയും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ബൈ.